ഒരു പക്ഷേ വിദൂരമല്ല നമ്മുടെ മങ്കടയിലേക്ക് നമ്മൾ പ്ലെയേഴ്സിനെ തെരഞ്ഞ് ടീം മാനേജർമാർ എത്തുന്നത്. ഇത് ഒരു ബിസിനസ് ആയിട്ടല്ല, പക്ഷെ നമ്മളെ സമൂഹത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, മരിച്ചു പോകുമ്പോഴാണെങ്കിൽ നമ്മൾ ഓർക്കണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് ഈ തുടങ്ങിയിട്ടുള്ളത്. മങ്കട യുണൈറ്റഡ് എഫ്.സിയുടെ ചെയർമാൻ, മങ്കട PT ഗ്രൂപ്പിന്റെ ചെയർമാൻ കൂടിയാണ് PT അബ്ദുൽ സലാം. അപ്പോൾ യുണൈറ്റഡ് FC രൂപീകൃതമായപ്പോൾ പലരും പല സംശയങ്ങൾ പ്രകടിപ്പിച്ചു. ഇവരുടെ വലിയ ലക്ഷ്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇതൊക്കെ നടക്കുമെന്ന് ചോദിച്ചു ആളുകൾക്ക് ഉണ്ടെന്നാണ് അവരുടെ മറ്റു ഭാരവാഹികളൊക്കെ പറഞ്ഞത്. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മറഡോണ വന്ന്, ആസിഫ് സഹീർ വന്ന് ഇവരുടെ സ്ഥിരം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു, ഓഫീസ് ഉദ്ഘാടനമൊക്കെ നടത്തിയപ്പോൾ PT അബ്ദുൽ സലാമിനോട് തന്നെ ചോദിക്കാം, ഇത്രയും വലിയ ലക്ഷ്യങ്ങൾ അതൊക്കെ നടക്കുന്നതാണോ എന്ന് നാട്ടുകാർ ചോദിക്കും. നടക്കും ഇതൊക്കെ? തീർച്ചയായിട്ടും നമ്മളൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതുവരെ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ലക്ഷ്യവും നടക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്ലബിൻ്റെ ഓഫീസ് ഉദ്ഘാടനവും അക്കാദമിയുടെ ലോഞ്ചിങ്ങുമാണ് ഇപ്പോൾ ഇവിടെ ആസിഫ് സഹീർ കേരളത്തിൻ്റെ മറഡോണ വന്ന് നടത്തിയത്. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇതിപ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ വിദൂരമല്ല നമ്മുടെ മങ്കടയിലേക്ക് നമ്മൾ പ്ലെയേഴ്സിനെ തെരഞ്ഞ് ടീം മാനേജർമാർ എത്തുന്നത്. ഞങ്ങൾ സ്വപ്നം കാണുന്ന പോലെ അധികം വൈകാതെ തന്നെ നമ്മുടെ മങ്കടയിൽ താരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് മാത്രമാണ് നമ്മളെ സംതൃപ്തി. അതിനുവേണ്ടിയാണ് നമ്മളെ പ്രയത്നം. അപ്പോൾ മങ്കടയിൽ നിന്ന് താരങ്ങളുണ്ടാകും. ഒരുപക്ഷെ കേരളത്തിന്റെ സന്തോഷ് ട്രോഫി ടീം, ഇന്ത്യൻ ടീം, അതുപോലെ തന്നെ ഈ ഇന്ത്യയിൽ തന്നെ പ്രഗത്ഭരായ ഒരുപാട് ടീമുകളുണ്ട്. ISL ഒക്കെ ഇപ്പോൾ താരങ്ങൾ അന്വേഷിക്കുന്ന പല ടീമുകളുണ്ട്. അപ്പോൾ മങ്കടയിൽ നിന്ന് താരങ്ങളൊക്കെ വരും എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ തീർച്ചയായിട്ടും അത് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സംസ്ഥാന അന്തർദേശീയ തലങ്ങളിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പൂർണ്ണ ലൈസൻസോട് കൂടിയുള്ള കോച്ചുമാരെയും, പിന്നെ നമ്മളെ മറഡോണ എന്ന് പറയുന്ന ആസിഫ് സഹീറിനൊക്കെ നിങ്ങൾ കണ്ടല്ലോ, പിന്നെ സുരേട്ടനെ പോലുള്ള വ്യക്തികളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അതിന് പരിപൂർണ പിന്തുണ നമ്മളെ ക്ലബിലെ എല്ലാ ഭാരവാഹികളും, നമ്മളെ നാട്ടുകാരും, നമ്മളെ രക്ഷിതാക്കളും എല്ലാവരും നമ്മളെ കൂടെ ഉണ്ട്. ആ ഒരു ബലം കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. ഇത് ഒരു ബിസിനസ് ആയിട്ടല്ല, പക്ഷെ നമ്മളെ സമൂഹത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, മരിച്ചു പോകുമ്പോഴാണെങ്കിൽ നമ്മൾ ഓർക്കണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ് ഈ തുടങ്ങിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഇതുപോലെ സമ്പത്തൊക്കെ വരുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും ജീവിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായേക്കും. ഒരുപക്ഷെ ഞാൻ മങ്കട PT ഗ്രൂപ്പിന്റെ ഇപ്പൊ അൻവർ, അല്ലെങ്കിൽ ഇർഷാദ്, അല്ലെങ്കിൽ മജീദ്, അല്ലെങ്കിൽ ഷെരീഫ്, സലാം, ഇവരൊക്കെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നാടിന് എന്തെങ്കിലും ചെയ്യണം, പിന്നീട് വരുന്ന ആളുകൾ ഓർക്കണം. അപ്പോൾ പല പ്രാവശ്യം സലാം PT അബ്ദുൽ സലാമിനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സൊക്കെ ഇത്രയും വലിപ്പം കൂടി പോയല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ നല്ല ഫണ്ട് വേണം. ഈ ക്യാമ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ലക്ഷ്യങ്ങളിലെത്തിന് വലിയ ഫണ്ട് വേണം. അപ്പോൾ സുരേന്ദ്ര മങ്കട അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ പ്ലെയർ ആണ്. പിന്നെ ഇതിന്റെ വൈസ് ചെയർമാൻ ഷാജി അലങ്കാടൻ, അല്ലെങ്കിൽ പ്രസിഡന്റ് സമദ് പറച്ചിക്കൂട്ടിൽ, അങ്ങനെ ഹാരിസ് പറച്ചിക്കൂട്ടിൽ, ഇങ്ങനെ കുറേ പേരുണ്ടല്ലോ, എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഇവരെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിനൊപ്പം ഞങ്ങളുടെ ചെയർമാനും ഞങ്ങളുടെ കൂടെയുണ്ട്, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബലമെന്ന്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് അതൊരു പക്ഷേ മങ്കട ഒരു ചരിത്രം സൃഷ്ടിക്കും. തീർച്ചയായിട്ടും ആ ചരിത്രം നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ, അത് നമ്മൾ പറയുന്നേക്കാളും നല്ലത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കലാണ് നമ്മളെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ പൂർത്തീകരിക്കും ഞങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഫുട്ബോളിന് വേണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇതിനൊക്കെ ഈ പിള്ളേർ, ഇവർക്കൊക്കെ താമസ സൗകര്യം, ഇപ്പോൾ മങ്കട അങ്ങാടിപ്പുറം പഞ്ചായത്തുകളിൽ നിന്നാണ് 60ഓളം കുട്ടികളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിനൊക്കെയുള്ള ചെലവുകളും കാര്യങ്ങളും ഇവർക്ക് പൂർണ്ണമായിട്ടും സൗജന്യമാണോ, എങ്ങനെയാണ്, അതും കൂടി അറിയണം. ഇപ്പൊ ഞങ്ങള് അവരെയൊക്കെ ഫീസൊന്നും ഈടാക്കുന്നില്ല. പക്ഷെ അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റി അനുസരിച്ച് നമ്മളിപ്പോൾ ഗ്രൗണ്ടിന്റെ വർക്കൊക്കെ ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞു. അവർക്ക് റൂം, അവർക്ക് പിന്നെ എല്ലാ സൗകര്യവും ഒരുക്കുന്നതോടുകൂടി പിന്നീട് അതിനൊരു ഫീ ഈടാക്കിക്കൊണ്ട് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകും. അതൊരു നല്ല കാര്യമാണ്. കേരളത്തിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, ഫുട്ബോളിലൂടെ വളരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പല അക്കാദമികളിലും വലിയ ഫീസൊക്കെ ഈടാക്കുന്ന അക്കാദമികളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു അവർക്ക് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിന്ന് തോന്നി എല്ലാവരും കൂടി കൂട്ടത്തോടെ വന്നാൽ ഈ മികച്ചതാരാണെന്ന് കണ്ടെത്താൻ പറ്റില്ലല്ലോ. അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഈ
ഫുട്ബോൾ മാത്രമാണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്? കാരണം ഇപ്പോൾ IPL ഒക്കെ ഉള്ളതുപോലെ ക്രിക്കറ്റിനും ഒക്കത്തിനും ആരാധകരുണ്ട്. ഞങ്ങൾ പടിപടിയായിട്ട് ഇപ്പൊ ഇതിന്റെ ഫുട്ബോളിനോടനുബന്ധിച്ച് തന്നെ ഞങ്ങൾ ഷട്ടിൽ ടൂർണമെന്റുകൾ നടത്തി. ഇനിയിപ്പോ ഈ പെരുന്നാൾ ദിനങ്ങളിൽ, ഈ വലിയ പെരുന്നാളിന് നമ്മൾ അഖില കേരള വടംവലി മത്സരം ഇപ്പോൾ ഞങ്ങൾ നടത്തും. നമ്മൾ ഈ പുതിയ തലമുറകൾ വേറെ ഒരു ലഹരിയിലോ ഒന്നിലോ അടിമപ്പെടാതെ നമ്മളെ ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് തന്നെ നിലനിൽക്കണം എന്നുള്ള രീതിയിൽ എല്ലാ മേഖലയിലും നമ്മൾ പടിപടിയായിട്ട് തുടരും. ആസിഫ് സഹീർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് രക്ഷിതാക്കള് കുട്ടികളെ വേറെ ഇതിലേക്ക് പോകാതിരിക്കാൻ അവർക്കൊരു നിയന്ത്രണം വെക്കണം. ഫോണിന് അടിമയാവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അടിമയാവുക, അതിലേക്ക് പോകാതെ രക്ഷിതാക്കളും കൂടി അവർക്കൊരു ചേർത്ത് പിടിക്കൽ വേണം. കുട്ടികൾക്ക് ആസിഫ് സഹീർ കൊടുത്ത ഒരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, മറ്റുള്ളതിലേക്ക് പോയാൽ നിങ്ങളുടെ ജീവിതം ഇല്ലാതായി പോകും. ഫുട്ബോൾ പോലെ കായിക രംഗത്തേക്ക് വരുമ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ അറിയും. ആ നല്ലതിലേക്കാണ് നിങ്ങൾ ചൂട് വെക്കേണ്ടത്. അപ്പോൾ അവസാനമായിട്ട് PT അബ്ദുൽ സലാമിനോട് ഒരു ചോദ്യം കൂടി. ഇപ്പോൾ PT ഈ യുണൈറ്റഡ് FC അപ്പോൾ അന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ താൽക്കാലിക ഒരു ഓഫീസൊക്കെ ഉദ്ഘാടനം കഴിഞ്ഞല്ലോ. അപ്പോൾ വലിയ പ്ലാനിങ്ങിനനുസരിച്ചുള്ള വലിയ കെട്ടിടം, വലിയ ഫെസിലിറ്റീസുള്ള സംഭവങ്ങളൊക്കെ അത് പടിപടിയായിട്ടുണ്ടാകുമെന്ന് കൂടി എല്ലാവർക്കും. തീർച്ചയായിട്ടും ഇതിനോടനുബന്ധിച്ച് ഞങ്ങളതായിട്ടുള്ള ക്ലബിന്റെ ഓഫീസ് വരും. അതിന് ഞങ്ങൾ തന്നെ ബിൽഡ് ചെയ്യും. പിന്നെ അക്കാദമിക്ക് വേണ്ട ഈ കുട്ടികൾക്ക് താമസിക്കാൻ സൗകര്യപ്പെടുന്ന രീതിയിലുള്ള അവർക്ക് അവിടെ വന്ന് പഠിക്കാൻ പറ്റുന്ന ഞങ്ങൾ ഒരു സ്കൂളുമായി ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 വർഷത്തിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്കൊക്കെ ഇത് കാണാൻ കഴിയും. തീർച്ചയായിട്ടും അതൊരു ആത്മവിശ്വാസമാണ്. മങ്കടക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഭാഗ്യം ഉള്ളവരാണ്. കാരണം ഇങ്ങനെ ഒരു വലിയ ടീം, PT അബ്ദുൽ സലാം, സമദ് പറച്ചിക്കോട്ടിൽ, സുരേന്ദ്രൻ മങ്കട തുടങ്ങിയ ഒരുപാട് വലിയൊരു നിര, ഫുട്ബോളിനെ സ്നേഹിക്കുന്ന വലിയൊരു നിര, കുട്ടികളെ വളർത്തിയെടുക്കാൻ ഇങ്ങനെ ഒരു ഒരു സംഭവമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെയൊക്കെ ഭാഗ്യമാണ്. മറ്റു ജില്ലകളിലൊക്കെ എല്ലായിടത്തും ഇങ്ങനെയെല്ലാം നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവര് ഇപ്പോൾ ഫുട്ബോളിനെ ഇവിടെ നിന്ന് കേരളത്തിലെ അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിലും ഇന്ത്യൻ ടീമിലേക്കും മറ്റുള്ള ക്ലബ്ബുകൾ പോലും മങ്കടയിൽ വന്നിട്ട് താരങ്ങളെ തേടുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കും എന്ന് പറഞ്ഞില്ലേ. മാത്രമല്ല അവരുടെ ലാഭം എന്താണെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ലാഭം വരും തലമുറ ഞങ്ങളെ ഓർക്കുക. അതൊരു വലിയ കാര്യമാണ്. PT സലാം യുണൈറ്റഡ് FCയുടെ ചെയർമാനാണ്. ആ ഒരു വാക്കുണ്ടല്ലോ, എന്താണ് ലാഭം എന്ന ചോദ്യത്തിന് ഞങ്ങളുടെ ലാഭം ആത്മസംതൃപ്തിയാണ്, വരും തലമുറ ഞങ്ങളെ ഓർക്കലാണെന്ന്. ഒരുപക്ഷെ അതൊരു വലിയ മറുപടിയാണല്ലേ. എന്തായാലും നന്മ വരട്ടെ. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് മങ്കട യുണൈറ്റഡ് FCയും അതിൻ്റെ ഭാരവാഹികളും എത്തട്ടെ, അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്നാണ് നമുക്കും ആശംസിക്കാനുള്ളത്. ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം ജബ്ബാർ മേണ, ചാനൽ 10, പെരിന്തൽമണ്ണ. നമസ്കാരം, ഞാൻ അഖില, ഓഡിയോളജിസ്റ്റാണ്. പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുകയും എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കുന്നതിനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങളെ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിലേക്ക് ആകർഷിച്ചത്. എൻ്റെ കുട്ടിയുടെ കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിൽ വള്ളുവനാട് വിദ്യാഭവൻ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ലക്ഷക്കണക്കിന് മാതാപിതാക്കളുടെ ഉറപ്പിൽ വാർത്തെടുത്ത 33 വർഷങ്ങൾ. ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ, പെരിന്തൽമണ്ണ. Celebrating 33 years of excellence in the field of education. ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ, പെരിന്തൽമണ്ണ.